കുട്ടിയെല്ലാം വൃത്തി അടിക്കാം കേട്ടോ. അതിൻ്റെ കഴുത്തിൻ്റെ പീസ് വെട്ടിയത് നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒരു മടക്ക് മടക്കി അടിക്കാം കേട്ടോ. അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടോളൂ. അങ്ങനെ ഒരു മടക്ക് മടക്കി അടിച്ചെടുത്തതിന് ശേഷം തുമ്പ് ഭാഗം മടക്കാൻ സ്വല്പം വിഷമമുണ്ട്. മടക്കി എടുത്തതിന് ശേഷം അതിന് നല്ല ഭാഗം വെച്ച് തുണിയിൽ അറ്റാച്ച് ചെയ്യുക. കണ്ടോ, നല്ല ഭാഗത്തിന് മുകളിൽ നല്ല ഭാഗം വെച്ച് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക, ചെറിയ കട്ട്. എന്നിട്ടത് മറച്ച് പതിച്ചടിക്കുക. ഇതടിച്ച് കഴിഞ്ഞ് ഇതുപോലെ ബാക്ക് ഭാഗം അടിക്കണം. ഇതുപോലെ ബാക്ക് ഭാഗം അടിച്ചതിന് ശേഷം രണ്ട് സൈഡും കൂട്ടി നല്ല ഭാഗത്തിന് മുകളിൽ വെച്ച് ഷോൾഡർ കൂട്ടിയിടിക്കുക. ഇങ്ങനെ കൂട്ടിയിടിക്കുക കേട്ടോ. ഇനി നമുക്ക് ഞൊറിയിടാനുള്ള പീസിൻ്റെ അരുഭാഗം ഫുൾ പീസിൻ്റെ മടക്കി കുറച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒക്കെ മടക്കി അടിച്ചിട്ട് 2 മടക്ക് മടക്കി അടിക്കണം കേട്ടോ. നമുക്കത് ഞൊറിയിടാം. ഞൊറി അറ്റം വരെ ഇട്ട് ഇതുപോലെ ചെറിയ ഞൊറികൾ വേഗം ഇട്ട് നമുക്ക് അതിട്ട് വെച്ച് നമ്മളിട്ടാം. ഇനി അതിന് ശേഷം കൈക്കുഴി നമുക്ക് ചെറുതായി ഒന്ന് മടക്കി അടിക്കാം. അതിൻ്റെ മേലെ നമുക്ക് ചെറിയൊരു ഫ്രില്ല് വെച്ച് കൊടുക്കാം. 2 ഭാഗം ഒരു പീസ് എടുത്ത് അതിൻ്റെ 2 ഭാഗം മടക്കി അടിച്ച് നടുവിൽ ഞെറിയിട്ട് പിടിപ്പിക്കാം. അതുപോലെ 2 ഭാഗവും 2 കൈയിൻ്റെ കൈക്കുഴിയും അടിച്ചെടുക്കുക. ഉണ്ടോ, അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് കൂട്ടിയടിക്കാം. ഒരു സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഞൊറി പിടിപ്പിക്കാൻ അടിയിൽ ചുറ്റും ഞൊറി വെച്ചടിച്ച് കൂട്ടിയടിക്കണം. അപ്പോൾ ഇലമുറത്തിൻ്റെ പണി അതോടുകൂടി കഴിഞ്ഞു. കയ്യിലും ഞൊറി വെച്ച് കൊടുക്കാം കേട്ടോ. ഇലമുറത്തിൻ്റെ പണി കഴിഞ്ഞു.